ചന്ദ്രേട്ടൻ്റെ പടം പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന വിഷയം മാടായിരുന്നു ആടുന്ന കവുങ്ങാണ്. ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ മാടങ്ങനെ ഇരുന്ന് ആടുന്നതും പിന്നെ മാടയില്ലാതെ ഇരുന്ന് ആടുന്നതും. അന്ന് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ആളുകൾ ചെയ്യണ, ഇടിയും ഫൈറ്റ് ഇല്ല, ഡാൻസ് ഇല്ല. പക്ഷേ ഒരിക്കൽ നമ്മൾ കാണാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്നവരെ നമുക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. കുഞ്ഞായിരിക്കുമ്പോഴത്തെ കാര്യമായിട്ട് പറയണം. അങ്ങനെ ഞാൻ അടുപ്പിച്ച് കണ്ട 2 പടങ്ങളാണ് പൊന്തന്മാടയും വിധേയനും. രണ്ടിലും മമ്മൂക്കയായിരുന്നു. പിന്നീട് ഞാൻ സിനിമയിൽ വന്നു, മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തു. കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് വന്നത്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞ കാര്യമുണ്ട്, ഒരു നടൻ ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്തു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ലോ ബഡ്ജറ്റ് പടങ്ങളും ചെയ്യണം. അതായത് നമ്മൾ 50 കോടിയുടെ പടം ചെയ്യുന്നു, അത് കഴിഞ്ഞ് 55 കോടിയുടെ, പിന്നെ 100 കോടിയുടെ, 150 കോടിയുടെ. അങ്ങനെയല്ല ഒരു ആക്ടർ ഉണ്ടാവേണ്ടത്. 50 കോടിയുടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടറിന് 2 കോടിയുടെ പടം ചെയ്യാൻ പറ്റണം. എന്നാലേ ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ, പടങ്ങളും നല്ലതുണ്ടാവുള്ളൂ. ഇത് ഞാൻ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ വിജയുടെ അടുത്ത് ചോദിച്ചു, സാറേ ഈ ഒരു വർഷം ഒരു പടമാണോ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ ഒരു പടം ചെയ്തു വരുമ്പോഴേക്കും 1 വർഷമാവും. അല്ല, ചെറിയ ചെറിയ പടങ്ങൾ ചെയ്തുകൂടി, 2 കോടിയുടെ 2.5 കോടിയുടെ. അപ്പോൾ പുള്ളി എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. എൻ്റെയൊക്കെ ആദ്യത്തെ കേസ് ഉണ്ടായിട്ട് പാസ്പോർട്ടൊക്കെ കോടതിയിൽ വാങ്ങി വെച്ച സമയത്താണ് ചന്ദ്രൻ സാറിൻ്റെ പടം വരുന്നത്. അപ്പം അന്ന് പടം മോഹവലയം എന്നുള്ള പടം ബഹ്റൈനിൽ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ സാറിൻ്റെ പടത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് പാസ്പോർട്ട് ഇങ്ങോട്ട് വാങ്ങിയെടുത്തതേ. അപ്പോൾ അതിനുശേഷം ഒരാൾ കുറ്റക്കാരനാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ പറയുകയും കുറച്ച് നാൾ കൊണ്ടാടുകയും ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു അപകർഷതാബോധം ഉണ്ടാവും. പിന്നീട് ആളുകളുടെ മുഖത്ത് നോക്കുമ്പോഴും ഓരോ ദിവസവും അതിനെ നമ്മൾ ഫേസ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെന്ന് വിട്ടതാണെങ്കിൽ സിംഹം എന്ന് പറയുന്ന പോലത്തെ ഒരു മച്ചാൻ്റെ അടുത്ത്, ചന്ദ്രൻ സാർ. ആരെയും വകവയ്ക്കില്ല, നല്ല ഒച്ചത്തിൽ സംസാരിക്കുന്ന. നീ പോയി പണിയൊക്കെ നോക്കണം അവരോടൊക്കെ. പുള്ളിയുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഓരോ ദിവസത്തെ എനർജി അല്ലെങ്കിൽ കോൺഫിഡൻസ് ആണ് പിന്നീട് എന്നെ മുന്നോട്ട് നയിച്ചത്. ചെറുതായി ചെറുതായി വീണ്ടും അപകർഷതാബോധം പോയി, ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റി. ക്യാമറയുടെ മുന്നിൽ കോൺഫിഡൻസിലൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ ഒരു ആക്ടറിൻ്റെ പ്രശ്നം. ഏറ്റവും കൂടുതൽ വേണ്ടത് എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റുന്നത് ക്യാമറയെ ആ ലെവലിൽ നോക്കി നിൽക്കാൻ. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുക സമൂഹത്തിൽ, നമ്മളെ കുറ്റക്കാരനായിട്ടും അങ്ങനെ. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ എന്നെ മോഹവലയം എന്ന് പറയുന്ന ചിത്രം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം ഞങ്ങളുടെ ഒരു മോഹവലയായിരുന്നു, എൻ്റെ സുധീഷേട്ടൻ്റെയൊക്കെ അല്ലേ, ബഹ്റൈൻ. അപ്പോൾ ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ ചെയ്യണം. ഇപ്പോഴും ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പടത്തിനാണ് വിളിക്കണേന്ന്. എന്നാ പടം തുടങ്ങണേന്ന് ഞാൻ ചോദിച്ചത്. അതല്ല, ഒരു ഫംഗ്ഷൻ ഇവൻ്റ് ഉണ്ട് ഇങ്ങനെ 50-ാം വർഷം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പടം ചെയ്യില്ലേ? അത് കഴിഞ്ഞിട്ട് പടം ചെയ്യും. അപ്പോൾ ഇനിയും പടങ്ങൾ ചെയ്യുക. താങ്ക് യു.